കണക്ക് പുറത്തുവിടാത്തത് സുതാര്യതാ പ്രശ്നമാണെന്ന വ്യാഖ്യാനം വന്നതോടെ കണക്ക് പുറത്തുവിട്ടു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ ഏകദേശ പോളിംഗ് 79.63% എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഇനി ലഭിക്കാനുള്ള 53,984 അത് സർവീസ് വോട്ടിന്റെ കണക്കാണ് എന്നും വിശദീകരണമുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്ദമംഗലത്താണ്, 84.83%. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരി, നമുക്ക് ആ റിപ്പോർട്ട് കാണാം. സോ നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്നത് 78.27 പ്ലസ് 1.36%. സോ ഏകദേശം 79.63% is the provisional percentage of voting in Kerala. വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തവരുടെ കണക്ക് 78.27% എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10-ാം തീയതി രാത്രി തന്നെ തയ്യാറാക്കിയതാണ്. പക്ഷേ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതാണ് വലിയ തോതിൽ സുതാര്യത സംശയിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 4 ദിവസമായിട്ടും അന്തിമ വോട്ട് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തത് പ്രതിപക്ഷം ആയുധമാക്കി. സുതാര്യതയിൽ സംശയം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്ത് നൽകി. സംശയത്തിന്റെ നിഴലിൽ നിർത്തി. പിന്നാലെ ഭരണപക്ഷവും പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായി എത്തി. 4 ദിവസമായി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനക്കം ഇല്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമത്തിൽ എന്തെങ്കിലും വിശ്വാസം കുറവ് ആരെങ്കിലും രേഖപ്പെടുത്തിയാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇതോടെ ഉച്ചയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറിന്റെ കണക്കെത്തി. സംസ്ഥാനത്ത് 78.27% പോളിംഗ് എന്ന് കണക്ക്. ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലത്ത് 84.83%. ഏറ്റവും കുറവ് റാന്നിയിൽ 68.99%. പക്ഷേ ഈ കണക്ക് വോട്ടെടുപ്പിന്റെ അടുത്ത ദിനമായ ഏപ്രിൽ 10 രാത്രി 10:22 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതായിരുന്നു. അന്തിമ കണക്കല്ല പുറത്തുവിട്ടതെന്ന ആക്ഷേപം ഉയർന്നതോടെ രത്തൻ യു ഖേൽക്കർ വാർത്താ സമ്മേളനം വിളിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തവരുടെ കണക്കാണ് 78.27% എന്ന് വിശദീകരിച്ചു. ഇതിനൊപ്പം വീട്ടിലെ വോട്ട്, ഭിന്നശേഷിക്കാരുടെ വോട്ട്, അവശ്യ സർവീസ് വോട്ടുകൾ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വോട്ട് എന്നിവയുടെ കണക്ക് 1.36% വ്യക്തമാക്കി. ഇനി വരേണ്ടത് സർവീസ് വോട്ടുകളുടെ കണക്ക് മാത്രമാണെന്നും വിശദീകരിച്ചു. ഇന്ന് സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നു അത് നമുക്ക് അവസാനത്ത് കൗണ്ടിംഗ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. കണക്ക് പുറത്തുവിടാൻ 4 ദിവസം സമയമെടുത്തെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. ഡിലേ വീണ്ടും ഡിലേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വളരെ നീറ്റായിട്ട് പറഞ്ഞു. 3.78 lakh ആൾക്കാരുടെ പോസ്റ്റൽ ബാലറ്റ്സിന്റെ കണക്ക് കൃത്യമായി എടുത്തിട്ട് ആ കണക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണമായിട്ടുള്ള ദിവസങ്ങളെ ആയിട്ടുള്ളൂ. 53,984 സർവീസ് വോട്ടുകളിൽ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് വോട്ടെണ്ണലിന് ശേഷം മാത്രമേ ഇൻഡെക്സ് കാർഡിൽ ഉൾപ്പെടുത്തൂ. അതായത് അവസാനം 80% കടക്കില്ലെന്ന് ഉറപ്പാണ്. ഇതോടെ ഒരു കാര്യം വ്യക്തമാകുന്നു, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 80% അവസാനിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.